സെല്ലിനെ പറ്റി എന്താ പഠിച്ചേ? സെൽ ഓർഗനൽസ് പഠിച്ചു അല്ലേ? ഓക്കെ. പിന്നെ വെരി ഗുഡ്. പ്രോകാരിയോട്ടിക് സെൽ ഉണ്ട്, യൂകാരിയോട്ടിക് സെൽ ഉണ്ട് അല്ലേ? പ്രോകാരിയോട്ടിക്കും ഉണ്ട്, യൂകാരിയോട്ടിക്കും ഉണ്ട്. എന്താ ഡിഫറൻസ് വരുന്നേ? എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ? പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. പ്രോകാരിയോട്ടിക് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ് അല്ലേ? പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെ നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. ഇതിന് ഡൗട്ടില്ല. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. വെരി ഗുഡ്. ഇനി യൂകാരിയോട്സിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കണ്ട ക്ലാസ്സിൽ 2 സെല്ലുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് പ്ലാന്റ് സെൽ അല്ലേ? രണ്ടാമത്തത് ആനിമൽ സെൽ. ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, മെൻഷൻ ചെയ്തത്? സെൽ ആർക്കാ സെൽ വാൾ ഉള്ളത്? സെൽ വാൾ പ്രസന്റ് ആണ് ആർക്ക്? പ്ലാന്റ്സിന്. ആനിമൽ സെല്ലിൽ എന്ത് കാണാനായിട്ട് പറ്റില്ല? സെൽ വാൾ കാണാനായിട്ട് പറ്റില്ല. അപ്പം സ്കൂളിൽ എക്സ്പെരിമെന്റ് ചെയ്തിരുന്നോ? പ്ലാന്റ് സെല്ല് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ ചെയ്തേ? ബ്ലേഡ് എടുത്തിട്ട് വെട്ടി. എന്താ നിങ്ങൾ വെട്ടിയത് ബ്ലേഡ് എടുത്തിട്ട്? സ്റ്റെമ്മും റൂട്ടും വെട്ടി. എന്നിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചു. എന്തിന്റെ സ്റ്റെമ്മും റൂട്ടൊക്കെയാ വെട്ടിയത്? മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും. ഓക്കെ. പിന്നെ ഒണിയൻ പീല് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? എത്ര പേര് ചെയ്തിട്ടുണ്ട് ഒണിയൻ പീൽ എക്സ്പെരിമെന്റ്? ഓർമ്മയുണ്ടോ എങ്ങനെയാ ചെയ്തതെന്ന്? എങ്ങനെയായിരുന്നു? ഓക്കെ, വെരി ഗുഡ്. സ്റ്റെയിൻ ഏതാ എടുക്കുന്നതെന്ന് അറിയോ? സാഫ്രാനിനാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ഡെമോൺസ്ട്രേഷൻ വരുന്നത് പ്ലാന്റ് സെല്ലിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. അതിൽ തന്നെ ഒണിയൻ പീലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ല് ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത്. ഒന്ന് സെൽ വാള്, രണ്ടാമത്തത് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ കാണുക. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. ഒരാൾ വോളണ്ടിയർ ചെയ്യണം, ഒരാൾ ഇങ്ങോട്ട് വരും വേണം ചെയ്യാനായിട്ട്. ആരാ വരിക? ആദ്യം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊക്കെ സ്റ്റെയിൻ ആണോന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പതുക്കെ ഇങ്ങനെ പീൽ ചെയ്യാണ് വേണ്ടത്. ഇതാണ് പീല് വരുന്നത്. ഇനി ആര് പീൽ ചെയ്യും? അർച്ചന പീൽ ചെയ്യില്ലേ? ആര് കാണിക്കണേ? ചെറിയ കഷ്ണം മതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെയിൻ ചെയ്യാണ്. ഞാനിവിടെ എടുത്ത സ്റ്റെയിൻ സാഫ്രാനിനാണ്. അതാണ് റെഡ് കളറിൽ കാണുന്നത്. ഈ സ്റ്റെയിൻ ഞാൻ അങ്ങനെ എടുത്തതല്ല, ഡയല്യൂട്ട് ചെയ്ത സ്റ്റെയിൻ ആണ് കേട്ടോ. ഇത് കുറച്ച് നേരം എന്ത് ചെയ്യണം? ഈ സ്റ്റെയിനിൽ നിൽക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? വാഷ് ചെയ്യണം. ഇനി പതുക്കെ ബ്രഷ് കൊണ്ട് എടുത്ത് പുറത്തോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അധികം വാഷ് ചെയ്താൽ സ്റ്റെയിൻ ഫുൾ പോകും. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലൈഡ്. ഇതിപ്പം ഫുള്ള് ചുരുണ്ടിട്ടാണുള്ളത്. അപ്പം നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക? ഒന്ന് റെഡിയാക്കുക. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം നോക്കാം. ഇനി ഇത് ഡ്രൈ ആവാതിരിക്കാൻ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ഗ്ലിസറിൻ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്തെങ്കിലും എന്ത് ചെയ്യണം? ഒഴിക്കണം. അപ്പോൾ ഇവിടെ ഉള്ളത് ഗ്ലിസറിൻ. ഓക്കെ, ശരിക്കും നമുക്ക് പീൽ ഇത്ര വലിപ്പം വേണ്ട. ഇതിപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പീലിൻ്റെ വലിപ്പം വേണമെങ്കിൽ കുറയ്ക്കാം. ഇത്രയും പീൽ ചെയ്യണ്ട, ജസ്റ്റ് ചെറിയ സ്ലൈസ് എടുത്താലും മതി. ഇതാണിപ്പം അർച്ചനയുടെ സ്ലൈഡ്. ഇനി ക്ലീൻ ചെയ്യണമെങ്കിൽ ടിഷ്യൂ എടുക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് വന്നോ എന്നുള്ളത് അറിയണമെങ്കിൽ
ഒബ്സർവ് ചെയ്യണം. അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എങ്ങനെയാണ് ശരിക്കും ഇത് ഉണ്ടാവുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. സെൽ വോൾ കണ്ടു, എങ്ങനെയല്ലേ സെൽ വോള്? ബോക്സ് കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടോ? ഒരു കുത്ത്, ഒരു വലിയ കുത്ത് കണ്ടോ? അത്രേ ഉള്ളൂ. എന്താ ഉണ്ടേ? ന്യൂക്ലിയസും കണ്ടു. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണുക കേട്ടോ മൈക്രോസ്കോപ്പിലൂടെ. ഇത് ഇമേജ് ആണ് കാണുക. ഇതിൽ ഈ കാണുന്നതാണ് എന്ത്? സെൽ വാൾ. ഈ കുഞ്ഞു ഡോട്ടാണ് ന്യൂക്ലിയസ്. കണ്ടവരെ ശ്രദ്ധിച്ചിരുന്നോ? മൈക്രോസ്കോപ്പിലൂടെ കണ്ടത് ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, സെൽ വാൾ, ന്യൂക്ലിയസ്. ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നേ? കണ്ടവരോടാട്ടോ പറയുന്നേ, നോക്കാത്തവരല്ല. ആദ്യം കണ്ടത് ഏകദേശം ഇങ്ങനെയില്ലേ? രണ്ടാമത് കണ്ടതില് ഇത് കാണുന്നില്ല അല്ലേ? ബൗണ്ടറീസ് മാത്രമേ ഉള്ളൂ, സെൽ വാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റെയിൻ പിടിക്കാത്തതിൻ്റെ കേട്ടോ. സ്റ്റെയിൻ പിടിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണും. അപ്പൊ ഇതില് പ്ലാന്റ് സെൽ ആകുന്ന സമയത്ത് നമുക്ക് സെൽ വാള് സ്റ്റെയിൻ ആവും. ഓക്കെ, ആൻഡ് സെൽ വാൾ വിസിബിൾ ആയിരിക്കും. ന്യൂക്ലിയസിന് എന്താണ് വിസിബിൾ ആയിരിക്കും? ആനിമൽ സെല്ലിന് എന്തില്ല? സെൽ വാൾ ഇല്ല. അതുകൊണ്ട് സെൽ വാൾ കാണാനായിട്ട് പറ്റില്ല. ബൗണ്ടറീസ് എന്തായിരിക്കും? ഇറഗുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചീക്ക് സെൽ. ചീക്ക് സെൽ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം ആരാ ഇപ്പം വരെ ചെയ്യാൻ? ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ ചീക്ക് നിന്നെടുക്കണം, സെൽ എടുക്കണം അല്ലേ? ഒന്നെങ്കിൽ ടൂത്ത് പിക്ക് എടുക്കാം, അല്ലെങ്കിൽ കോട്ടൺ സ്വാബ് എടുക്കാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരയ്ക്കരുത്, ജസ്റ്റ് പതുക്കെ ഒന്ന് സ്വാബ് എടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അത് നമ്മൾ ആ ടൂത്ത് പിക്കിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ആ കോട്ടൺ സ്വാബിലുള്ളതാണെങ്കിലും ഇങ്ങോട്ടേക്ക് സ്ലൈഡിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതുവരെ ഓക്കെ. പിന്നെ ഏത് സ്റ്റെയിനാ ഉപയോഗിക്കുക? മെത്ലീൻ ബ്ലൂ ആണ് ഉപയോഗിക്കുക അല്ലേ? മെത്ലീൻ ബ്ലൂ സ്റ്റെയിൻ ഉപയോഗിക്കുക. ഒരു 1-2 ഡ്രോപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് കവർ സ്ലിപ്പ് ഇടുക സ്ലൈഡിൽ. ഓക്കെ, അപ്പം ഇതിൽ ഓണിയൻ പീൽ ചെയ്തതുപോലെ ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ് ചീക്ക് സെൽ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം ചെയ്തത് സ്വാബ് എടുത്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? മെത്ലീൻ ബ്ലൂ. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കവർ സ്ലിപ്പ് ഇടാൻ അറിയില്ലേ? കവർ സ്ലിപ്പ് ഇട്ടു. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ സ്റ്റെയിൻ ഉള്ളത് റിമൂവ് ചെയ്യാം കേട്ടോ. എങ്ങനെയാ ചെയ്യാന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഇപ്പം ഇവിടെ ഈ ചീക്ക് സെൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് മാഗ്നിഫിക്കേഷൻ ഇപ്പോൾ 10x നമ്മൾ കുറച്ചുകൂടെ 45 ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇങ്ങനെയാണ് ഏകദേശം എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുക. നോക്കട്ടെ, ഒരു കുത്തൂത്ത് കാണുന്നില്ലേ? അതാണ് ചീക്ക് സെൽസ് വരുന്നത്. ഓക്കെ, ഇനി മാഗ്നിഫൈഡ് ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് 10x ആണ്. നമ്മൾ 45 ഇടുമ്പോൾ കുറച്ചും കൂടെ സെല്ല് ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോൾ ജസ്റ്റ് ബ്ലൂ ഡോട്ട്സ് ആണ് കാണുന്നത്. അതാണ് ശരിക്കും സെല്ല്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ സെല്ലുണ്ട്, അത് നോക്കുക. അതിന് എല്ലാ സെല്ലുകൾക്കും ഇറഗുലർ ബൗണ്ടറി ആയിരിക്കും ഉണ്ടാവുക. ഒന്നിനും നേരത്തെ നിങ്ങൾ കണ്ടതുപോലെയുള്ള ബൗണ്ടറീസ് ഉണ്ടാവില്ല. ഇറഗുലർ ബൗണ്ടറി പ്ലസ് ന്യൂക്ലിയസ് കാണാൻ പറ്റും.
ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? ഇറഗുലർ ബൗണ്ടറി ന്യൂക്ലിയസും കണ്ടില്ലേ? ഓക്കെ, അപ്പൊ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കണ്ടല്ലോ അല്ലേ? എന്താ ഡിഫറൻസ് വരുന്നേ? സെൽ വാൾ ആണ്. സെൽ വാൾ ആക്ച്വലി പ്ലാന്റിന് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രസൻസ് ഓഫ് സെൽ വാൾ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ആദ്യത്തെ പിക്ചറിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഇമേജിൽ എന്തായിരുന്നു? കുറച്ചും കൂടെ ഈ ബ്രിക്സ് അടുക്കി വെച്ചതുപോലെയല്ലേ കാണാൻ പറ്റിയത്? അല്ലേ? അല്ലേ? ഇതേപോലെയല്ലേ ഉണ്ടായിരുന്നേ? അപ്പം കുറച്ചും കൂടെ എന്താണ് ഷേപ്പ് അല്ലേ? ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും സെൽ വാളിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ലേ? കുറച്ചും കൂടെ സെല്ലിനെ എന്താക്കും? റിജിഡ് ആക്കും. റിജിഡ് ആയിരിക്കും. റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും. റെഗുലർ ഇൻ ദ സെൻസ് കുറച്ചും കൂടെ ബൗണ്ടറീസ് ഒക്കെ എന്താണ് ക്ലിയർ ആയിരിക്കും സെൽ വാൾ പ്രസന്റ് ആണെങ്കിൽ. ആൻഡ് നമ്മളുടെ സ്റ്റെയിനിൽ നമുക്ക് ന്യൂക്ലിയസിനെയും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ആനിമൽ സെൽ എടുക്കുന്ന സമയത്തേക്ക് ആനിമൽ സെല്ലിന് സെൽ വാൾ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ബൗണ്ടറീസ് എന്താണ് ക്ലിയർ ആയിരിക്കില്ല. ഏകദേശം ഇതേപോലെ ഒരു ഇമേജ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ബൗണ്ടറീസ് ആബ്സെന്റ് ആയിരിക്കും, ബട്ട് ന്യൂക്ലിയസ് വിസിബിൾ ആണ് സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒനിയൻ പീൽ ആൻഡ് ചീക്ക് സെൽ എക്സ്പെരിമെൻ്റ്. ഇനി അടുത്തൊരു 2 കാര്യം, പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ചില്ലേ? പ്ലാസ്മ മെംബ്രെയിനിന് നമ്മൾ സെമി പെർമിയബിൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ, സെമി പെർമിയബിളും ആണ് സെലക്റ്റീവ്ലി പെർമിയബിളും ആണെന്ന് പഠിച്ചു അല്ലേ? ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്പോർട്ടാണ് നിങ്ങൾ പഠിച്ചേ? പാസീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ടിൽ ഏതൊക്കെ ട്രാൻസ്പോർട്ടാണ് വരുന്നത്? ഓസ്മോസിസ് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതേപോലെ തന്നെ ഓസ്മോസിസ് ഇപ്പം ഞാൻ ചെയ്താൽ ഇപ്പം തന്നെ എന്താവില്ല, അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആവില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. ഓസ്മോസിസ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൻ്റെ അവസാനം നോക്കാം എന്തായി എന്നുള്ളത്. ഓക്കെ, ഓസ്മോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റേസിനാണ്, വാക്കമുന്തിരി. ഓക്കെ, ഏത് ഡ്രൈ ഫ്രൂട്ടും വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? വീർക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും? ഓസ്മോസിസ് ആണ്. എങ്ങനെയാ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോവുക മൂവ്മെന്റ്? എന്തിന്റെ കുറവെന്ന്? ഓസ്മോസിസ് എങ്ങനെയാണ് ഓസ്മോസിസ് ആക്ട് ചെയ്യുന്നത്? എങ്ങനെയാ? ഫ്രം എന്തിന്റെ ഹയർ കോൺസെൻട്രേഷൻ, എന്തിന്റെ ലോവർ കോൺസെൻട്രേഷൻ? സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലേ? ഡിഫ്യൂഷനോ? ഞാൻ പറഞ്ഞു ഓസ്മോസിസ് ഇപ്പം കാണാനായിട്ട് പറ്റില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതാ വെള്ളത്തിൽ റേസിന് ഇട്ടിട്ടുണ്ട്, മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇനി ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ഒരു ട്രാൻസ്പോർട്ടും കൂടെ ഉണ്ട് പാസീവിൽ തന്നെ വരുന്നത്. ഏതായിരുന്നു? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? ഡെഫിനിഷൻ വേണ്ട, എങ്ങനെയാണ് ഡിഫ്യൂഷൻ പറയുക? ഹയർ, ആരുടെ ഹയർ കോൺസെൻട്രേഷൻ? കൺഫ്യൂഷൻ ഉണ്ടോ? സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് സോൾവെന്റിന്റെ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതാണ് ഡിഫ്യൂഷൻ. അത് ഓസ്മോസിസ്. ഡിഫ്യൂഷൻ സൊല്യൂട്ടിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ ലോവറിലോട്ട് പോകുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഡിഫ്യൂഷൻ നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റെയിൻ ആണ് അല്ലേ, കളറാണ് എടുത്തിട്ടുള്ളത്. സ്റ്റെയിനിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ വരുന്നത് ഈ ഒരു അപ്പർ പാർട്ട് ഓഫ് വാട്ടറിലാണ്. അത് ഇട്ടപാട് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു അല്ലേ? അപ്പം ഹയർ ടു ലോവർ അല്ലേ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിപ്പം മുകളിലാണ് ഉറ്റിച്ചിട്ടുള്ളത് അല്ലേ, ഡ്രോപ്പ് ഇട്ടത് മുകളിലാണ്. ഇനി ഞാൻ താഴെ ഇടുകയാണെങ്കിലോ? ഇപ്പം ഞാൻ മുകളിൽ ഉറ്റിച്ചപ്പം ഇങ്കിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരുന്നു? വാട്ടറിൻ്റെ മേലെ നിന്ന് താഴത്തേക്ക് വന്നു. ഇനി ഞാൻ താഴെ ഉറ്റിക്കുകയാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് തന്നെയാണോ വരിക? ഉറപ്പാണ്. ഓക്കെ, ഞാൻ താഴെ ഉറ്റിച്ച് നോക്കുകയാണേ.
ഇനി കുറച്ച് സമയത്ത് കഴിഞ്ഞ് നോക്കാം. എന്താണ് ഡിഫ്യൂഷൻ നടന്നാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ? സ്പ്രെഡ് ആവും. പിന്നെ എന്തിനാ ഇതൊക്കെ നടക്കുന്നേ? എന്നിട്ട് അവസാനം അവരെന്താ ഇതെന്താ സംഭവിക്കുക ഇനി? യെസ്, വെരി ഗുഡ്. എന്താണ് കോൺസെൻട്രേഷൻ? എന്താവും? ഹയർ ടു ലോവറും ലോവർ ടു ഹയർ ഒക്കെ മാറിയിട്ട് എല്ലാ സ്ഥലത്തേക്കും എന്താണ് ഒരേപോലെ സ്പ്രെഡ് ആവും അല്ലേ? അപ്പോൾ ബേസിക്കലി ഈ ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും എനർജിയുടെ റിക്വയർമെൻറ്റ് വരുമോ? കാരണം എങ്ങനെയാണ് നടക്കുന്നത്? പാസീവായിട്ടാണ് നടക്കുന്നത്. എനർജി റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. ഓൾറെഡി ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എങ്ങനെ സൈക്കിള് ഒരു ഡൗൺ ഹിൽ മൂവ്മെൻറ്റിൽ നിങ്ങൾ ഓടിക്കുന്നത് പോലെ. അപ്പം ഒരു ഹില്ലിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് എനർജി റിക്വയർമെൻ്റ് ഉണ്ടോ? ഇല്ല. എന്താ ചെയ്യുക സൈക്കിളിൽ ഇരുന്നിട്ട്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ താഴേക്ക് വന്നോളും അല്ലേ? അപ്പോൾ ബേസിക്കലി എനർജി റിക്വയർമെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇനി കോൺസെൻട്രേഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണോ എലോങ് ആയിട്ടാണോ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്? എലോങ് ആണ് മൂവ്മെൻറ്റ് വരിക കേട്ടോ. അപ്പം എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? യെസ്. കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇത് എൻറ്റയർലി എന്തായിട്ടുണ്ടാവും? ഈക്വൽ കോൺസെൻട്രേഷനിലോട്ട് മാറിയിട്ടുണ്ടാവും. അതും നമുക്ക് ചെക്ക് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇത്രയാണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിലെ ഡെമോൺസ്ട്രേഷൻ വരുന്നത്.